ഹായ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളങ്ങനെ ഗോവയിലേക്കുള്ള യാത്ര കണ്ടിന്യൂസ് ചെയ്തിരിക്കുകയാണ്. രാത്രി മുഴുവൻ യാത്രയായിരുന്നു. അപ്പോൾ കൂടുതൽ ദൂരം എത്രയും വേഗം യാത്ര ചെയ്ത് ഗോവയിലെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് കർണാടക അതിർത്തിയോടെത്തി നമ്മുടെ ഷിരൂർ ദുരന്തം നടന്ന സ്ഥലത്ത് എത്തി. ലാൻഡ് സ്ലൈഡിങ് നടന്ന അർജുനൻ്റെ ലോറിയൊക്കെ കാണാതായ അത് നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവുന്നത്. എത്ര വലിയ ഭീകരമായ ഒരു മണ്ണിടിച്ചിലാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോൾ കണ്ടിരിക്കുന്ന അതിനേക്കാൾ ഭീകരമാണ് അത് നേരിട്ട് കാണുമ്പോൾ. അവിടെ ആ ലാൻഡ് സ്ലൈഡ് നടന്നേക്കുന്നത് അവിടെ വലിയൊരു ടവറൊക്കെ, ഹൈ ടെൻഷൻ ടവറൊക്കെ വളരെ നിസ്സാരമായി ചെറിയൊരു കമ്പി കഷ്ണം പോലെ തന്നെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര വലുതാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭീകര ദൃശ്യത്തിൻ്റെ ഒരു നടുക്കം ആണ് അതിനകത്ത്. അപ്പോൾ ആ പുഴയുടെ നടുക്ക് കാണുന്ന ദ്വീപ് പോലെ കാണുന്നത് ഇവിടുന്ന് മണ്ണിടിഞ്ഞ് വീണുണ്ടായി. അത്രയും ആഴമുള്ള പുഴയിൽ അത്രയും സെൻറ്ററിൽ പോയി ഒരു ദ്വീപ് ഉണ്ടാകണമെങ്കിൽ എത്ര മണ്ണ് അതിനടിയിലുണ്ടാവും. അപ്പം അത്രയും മണ്ണിനടിയിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങളുണ്ടാവും നമുക്ക് ഊഹിക്കാവുന്നുള്ളത്. ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ടെന്നുള്ളത്. അതങ്ങനെ ഒരു വേദന തരുന്നൊരു കാഴ്ച നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞങ്ങൾ പതുക്കെ കർണാടകയുടെ അതിർത്തി വിട്ട് ഗോവയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയിൽ അതിനുള്ള മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. അത്യാവശ്യം നിറയെ നല്ല കാഴ്ചകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നേരം വെളുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. എല്ലാം റോഡുകളിലൊന്നും ആളുകളൊന്നുമില്ല, എല്ലാം സജീവമായി വരുന്നു മാത്രമേ ഉള്ളൂ. നല്ല മലനിരകളും പച്ചപ്പ് വിരിച്ച മലനിരകളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല വഴിയും കാര്യങ്ങളെല്ലാമാണ്. ഗോവയുടെ അടുത്ത് തുടങ്ങി എന്നുള്ളത് കാണിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് കാണുന്നത്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. കുറേ ചെടികളും മരങ്ങളും ഒക്കെ കാണുന്നതും എല്ലാം. അതൊക്കെ അവിടെ ഗോവയുടെ അവിടെ ഒരു പ്രോജക്റ്റൊക്കെ നടക്കുന്നുണ്ട്. നേവൽ ബേസിൻ്റെ എന്തോ ബിൽഡിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു പ്രോജക്റ്റിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ കുതിരാൻ തുരങ്കത്തിനെ പോലെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു തുരങ്കം കാണുന്നത്. അപ്പം ഈ ഗോവയ്ക്ക് ട്രെയിൻ വഴി പോകുമ്പോൾ, കൊങ്കൺ വഴി പോകുമ്പോൾ ധാരാളം തുരങ്കങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പോകുമ്പോൾ ട്രെയിനിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും റോഡ് വഴി വരുമ്പോൾ ഇങ്ങനെയുള്ളത് നമുക്ക് ആദ്യത്തെ അനുഭവമാണ്. അപ്പം നമ്മൾ അങ്ങനെ ഏതാണ്ട് ഒരു കുതിരാൻ തുരങ്കം പോലെ തോന്നിക്കുന്ന ഒരു തുരങ്കത്തിലേക്ക് കയറുകയാണ്. അതിൻ്റെ തുരങ്കത്തിൻ്റെ വാതിലിലൂടെ വെള്ളച്ചാട്ടം പോലെയൊക്കെ വെള്ളമൊക്കെ ചാടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളതിന് തുരങ്കത്തിലേക്ക് കയറി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. ഒരു ഒത്തിരി ലെങ്തി അല്ല, അപ്പുറത്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തുരങ്കമാണ്. നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കും വലിയ ഇഷ്ടമാണ് തുരങ്കത്തിനകത്ത്. നമ്മൾ കുതിരാനിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ആ തുരങ്കം കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് അടുത്ത അത്ഭുതം. നോക്കുമ്പോൾ അതേപോലെ തന്നെ വീണ്ടും ഒരു തുരങ്കമാണ്. അപ്പം അടുപ്പിച്ചടുപ്പിച്ച് തുരങ്കം എന്ന് പറയുന്നത് ഒരു ഭംഗിയുള്ളതാണ്. രണ്ട് മലകൾ തുരന്ന് വഴി വളരെ എളുപ്പമാക്കിയിരിക്കുകയാണ്. അപ്പം ഒത്തിരി ചുരം പോലെ ഒന്നും കയറാണ്ട് നേരെ കടന്നു പോകാനുള്ള രീതിയിൽ വഴികളുള്ള ഭംഗിയായിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ രണ്ടാമത്തെ തുരങ്കത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. രണ്ടാമത്തെ തുരങ്കത്തിലൂടെ കയറി ഞങ്ങൾ കടന്നു പോകുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വലിയ ഒരു രസകരമായൊരു യാത്രയായി തോന്നി. കാരണം നമ്മളങ്ങനെ കാണാത്തൊരു വസ്തുവാണല്ലോ തുരങ്കം എന്ന് പറയുന്നത്. നമുക്ക് കുതിരാനിലാണ്, നമുക്കത് തന്നെ അത്ഭുതമാണ്. അപ്പോൾ ഇവിടെ 2 തുരങ്കങ്ങൾ. അപ്പം ഞങ്ങളങ്ങനെ ഏകദേശം തുരങ്കത്തിലൂടെയൊക്കെ കടന്ന് നേരെ പുറത്തോട്ട് എത്തി. ഏതാണ്ട് ഗോവയിലേക്ക് കയറാൻ പോവുകയാണ്. കാരണം ഗോവയിലേക്ക് എൻ്റെ ബോർഡൊക്കെ കാണാൻ തുടങ്ങി. ഞങ്ങളങ്ങനെ കയറി പോകുമ്പോൾ കടലുകളൊക്കെ കാണാൻ തുടങ്ങി. കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്ന നമ്മൾ ഏകദേശം ഗോവയുടെ അടുത്ത് കഴിഞ്ഞു. അപ്പം എത്രയും വേഗം റൂം എത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പോകുന്നത്. അപ്പോൾ അത് ഗോവയുടെ അങ്ങോട്ടുള്ള ചെക്ക് പോസ്റ്റ് കടന്ന് അവിടെ ചെക്ക് പോസ്റ്റ് വെൽക്കം ടു ഗോവ, അവിടെ അവരുടെ സംസ്ഥാന മൃഗം മൊത്തൻ്റെ തോന്നുന്നു പോത്താണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന മൃഗം ഗോവയുടെ പോത്താണോ എന്ന് എനിക്കറിയില്ല, അറിയാവുന്നവർ പറയാം. അപ്പം എന്തായാലും നല്ല ഹൈവേ ആണ്. നല്ല വിളക്കുകാലുകളൊക്കെ നല്ല നിരനിരയായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് അതിലൂടെ വണ്ടി ഓടിച്ച് പോകാനൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങളങ്ങനെ പോകുന്ന വഴിക്ക് ഒന്ന് നിർത്തി രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് ചായ കിട്ടുക എന്ന് പറയുന്നതൊക്കെ വലിയ പാടാണ്. ഇവിടെ മുഴുവൻ ഫ്ലാസ്കിലുള്ള ചായകൾ മാത്രമാണ് അവൈലബിൾ. നമ്മുടെ ഇവിടുത്തെ പോലെ സമോവർ ചായകളൊന്നും അവൈലബിൾ അല്ല. അങ്ങനെ ഫ്ലാസ്ക് ചായയാണ്. അത്ര തൃപ്തിയില്ലാതെയാണെങ്കിലും നമ്മളതൊന്ന് കുടിച്ചു. കാരണം ചായ കുടിച്ച് ഒന്ന് കളഞ്ഞ് പോവുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പതുക്കെ വീണ്ടും യാത്ര തുടർന്നു. എല്ലാവരും ഏകദേശം ടയേർഡാണ്. കുട്ടികളാണെങ്കിൽ പോയി ഒന്ന് ബീച്ചിൽ ചാടണം എന്ന് തുടക്കം മുതലേ പറയുന്നുണ്ട്. ഊട്ടി മുതലേ പറയാൻ തുടങ്ങിയതാണ്. അപ്പോൾ അവർ ബീച്ചിൽ ചാടാനുള്ള ആവേശത്തിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ഗോവയിലേക്ക് അടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും നല്ല കൃഷിഭൂമികളെല്ലാം നമ്മുടെ കേരളത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് എല്ലാം. ഒറ്റപ്പെട്ട വീടുകളും പിന്നെ അതുപോലെ തന്നെ സ്ഥലങ്ങൾ, മാവ്, പ്ലാവ് തുടങ്ങിയുള്ള കാഴ്ചകൾ എല്ലാം ആയിട്ട് നല്ല ഒരു കേരളത്തിൻ്റെ ഒരു പകർപ്പ് പോലെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങൾ കൂടി ഉള്ളൊരു സ്ഥലമാണ് ഗോവ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ ഹൈ റേഞ്ചിലൂടെ പോകുന്ന പോലൊരു ഫീലിംഗ് ആണെങ്കിൽ അങ്ങനെ മുന്നോട്ടങ്ങ് ചെന്ന് ഒരു വളവ് കഴിയുമ്പോഴത്തേനും പിന്നെ കാണുന്നത് നമ്മളൊരു കണ്ണൂർ, കാസർഗോഡ്, കാഞ്ഞങ്ങാട് സൈഡിൽ കൂടെയൊക്കെ പോകുന്ന പോലെ ചെങ്കല്ലുകൾ നിറഞ്ഞ സ്ഥലത്തോടെ ഒരു യാത്രയാണ്. അപ്പോൾ അവിടെ ചെങ്കല്ല് വെട്ടുന്നതും അവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം ചെങ്കല്ല് ചേർത്ത് വെച്ചിട്ടുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഒരു രസകരമായ കാഴ്ചയാണ്. ഞങ്ങളങ്ങനെ ഗോവ ടൗണിലേക്ക് പതുക്കെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോവ ടൗണിലേക്ക് അവിടെ പഴയ മന്ദിരങ്ങളൊക്കെയാണ്. പോർച്ചുഗീസ് കാലഘട്ടത്തിലൊക്കെ പണിത മന്ദിരങ്ങളാണെന്ന് തോന്നുന്നു. എല്ലാം അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള മന്ദിരങ്ങളാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോവയിലെ ഡിസ്ട്രിക്ട്
ഗവൺമെൻറ് ഹോസ്പിറ്റലാണിത്. നല്ല അത്യാവശ്യം കാണാൻ പൊതുവേ നല്ലൊരു ബിൽഡിംഗ് ഒക്കെയാണ്. അതിൻ്റെ ഫെസിലിറ്റികളെ പറ്റിയൊന്നും നമുക്കറിയില്ല. നമ്മൾ ഗോവയിലെ സൗകര്യങ്ങളെ പറ്റിയോ അതിനെപ്പറ്റിയോ നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. എന്തായാലും കുഴപ്പമില്ല, കാണാനൊക്കെ ആയിട്ട് ഒരു പഴയ മോഡൽ ബിൽഡിങ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങനെ എത്രയും വേഗം റൂമിലെത്തുക എന്ന ഉദ്ദേശത്തിൽ ഗോവയിലൂടെ വിളിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ പോയി റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്താൽ നേരെ കുട്ടികൾ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് മെയിൻ ഉദ്ദേശം. ഞങ്ങളുടെ ഈ ഒരു വരവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടിയായിട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോവ എല്ലാ പ്രാവശ്യവും വന്നിറങ്ങി നമ്മൾ വന്നു പോകുന്ന ആ ടൗൺ ഗോവയല്ല, നമ്മൾ ഗോവയുടെ ഗ്രാമങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശവും കൂടി മനസ്സിലുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ പോന്നപ്പോഴത്തേനും പനാജി പാലമാണെന്ന് ആദ്യം തെറ്റിദ്ധരിച്ചു. ഏകദേശം പനാജി പാലം പോലെ തന്നെ പുതിയൊരു പാലത്തിലും അങ്ങനെ തന്നെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. പനാജി പാലം അല്ലാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആ പാലത്തോട്ട് കയറി. അതിന് ഇപ്പോഴത്തൊരു ബ്രിട്ടീഷ് പാലം പോലെ തോന്നുന്നു, പഴയ കാലത്ത് പണിതൊരു പാലം പോലെ തോന്നുന്നു കണ്ടിട്ട്, ലക്ഷണമൊക്കെ കണ്ടിട്ട്. സൈഡിൽ കടലൊക്കെ കാണാം. അങ്ങനെ ഒരു പഴയ പാലത്തിനകത്തോടെ കയറി ഞങ്ങൾ പോയി. അപ്പോൾ നമ്മളപ്പുറത്ത് കണ്ടത് പനാജി പാലം അല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പനാജിയുടെ ഇപ്പുറത്ത് കാണുമ്പോൾ നമ്മൾ കാഴ്ചകൾ വേറെയാണല്ലോ, ഇവിടെ വേറെ കാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പിന്നെ അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും പനാജി വിളക്കുകാലുകളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള വിളക്കുകാലുകളുണ്ട്. പക്ഷേ പോർച്ചുഗീസ് അല്ലെങ്കിൽ ഫ്രഞ്ച് കാലഘട്ടത്തിലേക്കുള്ള പോലത്തെ കാലം. അങ്ങനെ ഞങ്ങൾ അവസാനം പനാജി പാലത്തിൻ്റെ അവിടെ എത്തി. അപ്പോൾ പനാജിയിൽ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ക്രൂസുകളും അതുപോലെ തന്നെ കാസിനോകളൊക്കെ അവിടെ ഉണ്ട്, ദൂര കാഴ്ചകളിലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വിശദമായിട്ട് നാളെ അവിടെ ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി പറയാം. അപ്പോൾ ഞങ്ങളങ്ങനെ പനാജി പാലത്തിലൂടെ കയറി പോവുകയാണ്. അപ്പോൾ അവിടെ സെയിം മുമ്പ് കണ്ട പോലത്തെ തന്നെ സെയിം പാലം ആണ് കാണുന്നത്. അപ്പോൾ ഇത് നല്ലൊരു നിർബന്ധിയാണ്, നല്ലൊരു ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അതിൻ്റെ എനിക്കൊന്ന് ഗോവയുടെ ഒരു എൻട്രൻസ് ഒരു മുഖമാണെന്ന് തോന്നുന്നത്. എന്തായാലും പനാജിയിൽ കുറേ ക്രൂസ് ഷിപ്പുകളും അതുപോലെ തന്നെ കാസിനോകളൊക്കെ അവിടെ കാണാൻ ദൂരെ കാഴ്ചകളിൽ. ഞങ്ങളെന്തായാലും ആദ്യം റൂമിലേക്ക് പോകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. അപ്പം റൂമിലെത്തുക, അത് കഴിഞ്ഞതിന് ശേഷം പതിയെ ഗോവ മുഴുവൻ കണ്ടു തീർക്കുക. 2-3 ദിവസം, ഏതാണ്ട് 4 ദിവസത്തോളം ഞങ്ങൾ ഗോവയിൽ തങ്ങാൻ ഉദ്ദേശിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഗോവയുടെ വണ്ടിയും കൊണ്ട് വന്നിരിക്കുന്നുണ്ടെങ്കിലും ഗോവയുടെ ഉൾപ്രദേശങ്ങളൊക്കെ ഒന്ന് കാണണം എന്നുള്ളതാണ്. ഏകദേശം കേരളം പോലെയൊക്കെ തന്നെ, കേരളത്തിൻ്റെ ഒരു തീരദേശത്തോടെ പോകുന്ന പോലെ ഒരു ഫീലിംഗാണ് ഞങ്ങൾക്ക് സംബന്ധിച്ച് തോന്നിയുള്ളൂ. കാരണം വീടുകളാണെങ്കിലും എല്ലാം അതുപോലെ തന്നെ. പിന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കോമഡിയാണ്, ആദ്യമായിട്ടാണ് ഞാനൊരു റോഡിൻ്റെ നടുക്ക് മീഡിയനിൽ തെങ്ങ് വെച്ചിരിക്കുന്നത് കാണുന്നത്. ഇതിൽ തേങ്ങ വീണ് കഴിഞ്ഞാലും മടൽ വീണ് കഴിഞ്ഞാലൊക്കെ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ പൊട്ടില്ലെന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതൊക്കെ റൂമിൻ്റെ ബുക്ക് ചെയ്തിരിക്കുന്ന അങ്ങോട്ട് ആ ഏരിയയിലേക്കൊക്കെ എത്താറായി. കുട്ടികളൊക്കെ വെള്ളത്തിൽ ബീച്ചിൽ ഇപ്പോൾ ചാടാനുള്ളൊരു ആവേശത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടെ അങ്ങോട്ട് കയറാനുള്ളൊരു പാലമൊക്കെ കടന്ന് പോവുകയാണ്. കാരണം അതിൻ്റെ അപ്പുറത്തെ അടുത്തായിട്ട് തന്നെയാണ്, ഏകദേശം 5 കിലോമീറ്റർ അപ്പുറത്താണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ കയറുമ്പോഴത്തേനും നമ്മൾ ഏകദേശം ഹൈ റേഞ്ചിലൂടെയൊക്കെ പോകുന്ന ഒരു ഫീലിംഗാണ്. ഒരു ചെങ്കുത്തായ കയറ്റങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു, എന്ന് വെച്ചാൽ കേരളത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാഴ്ചകളും ഉണ്ട്. വിവിധ രീതിയിലുള്ള സ്ഥലങ്ങളാണ്. കേരളത്തിൻ്റെ പല ജില്ലകളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. റോഡിലൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ പല ജില്ലകളുടെ ഫീലിംഗാണ് ഇതിനകത്ത് കാണുന്നത്. ഓരോ ജില്ലകളുടെ പ്രത്യേകതകൾ ഇവിടെ ഓരോ കിലോമീറ്ററിലും കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ എത്തിയുടെ കുട്ടികൾ വെള്ളത്തിൽ ചാടണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം കൊണ്ടുവന്ന കുടയും ഇരിക്കാനുള്ള സാമഗ്രികളെല്ലാമായിട്ട് പതുക്കെ ബീച്ചിലേക്ക് പോയി. ഇതിൻ്റെ അടുത്ത് തന്നെ, നമ്മൾ താമസിക്കുന്നതിന് തൊട്ട് മുന്നിൽ തന്നെ വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ബീച്ചുള്ളത്. എല്ലാവരും വെള്ളത്തിൽ ചാടാനുള്ള പ്രിപ്പറേഷനിൽ ഡ്രസ്സൊക്കെ ധരിച്ചാണ് പോകുന്നത്. അപ്പം കുട്ടികൾ നിലത്തിരുത്തുന്നില്ല, കുട്ടികൾ പറയുന്നത് വെള്ളത്തിൽ ചാടണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഞങ്ങൾ ഡെക്കാത്തലോണിൽ നിന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കളക്ട് ചെയ്താണ് പോകുന്നത്. അപ്പോൾ കുടയൊക്കെ നമ്മൾക്ക് ഓഫീസിലുണ്ടായിരുന്നു പ്രൊമോഷൻ ആക്ടിവിറ്റികൾക്കായിട്ടുള്ള. അപ്പോൾ ആ കുടയൊക്കെ എടുത്ത് വണ്ടിക്കകത്തിട്ടാണ് പോകുന്നത്. അപ്പം അവിടെ വെയിലത്ത് ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങളങ്ങനെ പതുക്കെ കടൽ തീരത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ രാവിലെ ഒന്ന് വന്ന് നോക്കിയപ്പോൾ നല്ല ബീച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നു. നല്ല അത്യാവശ്യം പ്രൈവസി ഉണ്ട്, വലിയ തിക്കും തിരക്കൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് വലിയ അപകടമില്ലാത്തൊരു ബീച്ചാണ്. അത്യാവശ്യം ഇറങ്ങി നടക്കാനുള്ള ദൂരം, ആഴം കുറവുണ്ട്. അപ്പോൾ കുട്ടികൾ വന്നവിടെ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി. അവരുടെ കൂട്ടത്തിൽ വൈഫും ആ കൂട്ടത്തിൽ തന്നെ കളിക്കാനായിട്ട് ഇറങ്ങി. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേനും അവർ വെള്ളത്തിൽ കളി തുടങ്ങിയായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം അവർ വെള്ളത്തിൽ കളിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ്. എല്ലാത്തിനും ചെറിയ രീതിയിലുള്ള ജലദോഷവും ചുമയൊക്കെ ഉണ്ട്. അപ്പം അവർ സ്കൂളിൽ സ്വിമ്മിങ് ഉള്ളതുകൊണ്ട് തന്നെ സ്വിമ്മിങ് ഡ്രസ്സുകളൊക്കെ എടുത്ത് വണ്ടിക്കകത്ത് വെച്ചാണ് പോകുന്നത്. അത്യാവശ്യം തലയൊക്കെ നനയ്ക്കാണ്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളില്ലാണ്ട് പോകാമല്ലോ എന്നോർത്തുകൊണ്ട് ആ സേഫ്റ്റി പ്രിക്കോഷനൊക്കെ എടുത്തിട്ടാണ് വെള്ളത്തിലേക്ക് ഇറക്കിയത് എല്ലാത്തിനും. അപ്പം അവരങ്ങനെ വെള്ളത്തിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൂരെ കാണുന്ന നീലക്കുട നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒന്ന് മടുത്ത് കഴിഞ്ഞാൽ പോയി ഇരിക്കാനായിട്ടൊരു തണൽ എന്നുള്ള രീതിയിൽ നമ്മൾ കുടയൊക്കെ സെറ്റ് ചെയ്ത് ബീച്ചിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ എന്തായാലും കുട്ടികൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ലൊരു എല്ലാവർക്കും വരാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. ഗോവ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടും വരാം, അല്ലാണ്ടും വരാം. ഇപ്പം ഞങ്ങൾ തങ്ങുന്നത് ഒരു നോർമൽ ഒരു ഫ്ലാറ്റ് പോലത്തെ തന്നെ, 2 റൂം, 3 ബെഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്, ബാത്റൂം കാര്യങ്ങളുണ്ട്, നല്ല സമാധാനപരമായിട്ടുള്ള സ്ഥലം, വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിങ്ങനെ നടക്കാവുന്ന ദൂരത്തിൽ ബീച്ചും ഉണ്ട്. ഞങ്ങളങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു സ്ഥലമാണ്. കുട്ടികൾക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാനായിട്ട് പറ്റിയ സ്ഥലമാണ്. വല്ലപ്പോഴൊക്കെ കണ്ടിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അവരങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ഞാനധികം വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല. കാരണം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ഇതൊക്കെ വല്ലപ്പോഴൊക്കെ നടക്കുന്ന കാര്യമല്ലേ. അപ്പോൾ ഒന്ന് വെറുതെ ഷൂട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി. അതിന് അവിടെ പതുക്കെ ലോക്കൽ കച്ചവടക്കാരി വൈഫിനെ വലയിലാക്കാനായിട്ട് എത്തിക്കഴിഞ്ഞു. അവർ പതുക്കെ ചെയിനും മാലയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കക്കയും ചിപ്പിയൊക്കെ ആയിട്ടൊക്കെ വെച്ചൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ വൈഫ് അത് പതുക്കെ മേടിക്കാനുള്ള പരിപാടികളിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. അവർ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരി പതുക്കെ ഒരു ചെറിയ കച്ചവടം നടക്കുന്ന ലക്ഷണം പുള്ളിക്കാരിക്ക് തോന്നിയതുകൊണ്ടാകാം പുള്ളിക്കാരി ആളെ വിളിച്ചുകൊണ്ട് കുറേ വെറൈറ്റിയൊക്കെ കാണിക്കാനായിട്ട് അങ്ങോട്ട് പോയി. കുട്ടികൾ ഇവിടെ തന്നെ ഇരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അവരോട് ഇരുന്നുകൊണ്ട് മണ്ണിൽ വാരി കളിയും ഒക്കെയാണ്. ചെറിയ ആൾക്ക് വെള്ളത്തിലേക്ക് കുറച്ചും കൂടി ഇറങ്ങി പോകണമെന്നുണ്ട്. ഞാൻ പറഞ്ഞ് പേടിപ്പിച്ചോടെ നിർത്തിയിരിക്കുകയാണ്. ആൾക്ക് വെള്ളത്തിൽ നിന്ന് കയറാൻ യാതൊരു ഉദ്ദേശവുമില്ല. അപ്പം ആൾ ഇച്ചിരി താഴോട്ടിറങ്ങിയാണ് ഇരുന്നത്. ഞാനൊന്ന് പറഞ്ഞ് വൈഫ് അങ്ങോട്ട് പോയതുകൊണ്ട് വൈഫ് അവിടെ ഇരുന്നുകൊണ്ട് മാല മേടിക്കുന്നുണ്ട് മിക്കവാറും. എന്തായാലും ഞങ്ങളങ്ങനെ പതുക്കെ എല്ലാം കഴിഞ്ഞേച്ച് വന്നു. റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ പതുക്കെ ഗോവയുടെ ഗ്രാമങ്ങളിലേക്ക് നടക്കാൻ ഇറങ്ങാമെന്ന് വെച്ചു. അപ്പം എല്ലാവരും കൂടി പതുക്കെ ഇറങ്ങി നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ അവിടെ നിന്ന് പതുക്കെ നടന്ന് ഗോവയിലെ ഇതൊരു ഗ്രാമപ്രദേശത്താണ്. അപ്പോൾ അവിടുത്തെ ഗ്രാമങ്ങളൊക്കെ കാണാമെന്ന് വെച്ചു. ഞാനിപ്പോൾ ഒരു ഗ്രാമീണ വേഷത്തിൽ തന്നെ ഇറങ്ങാമെന്ന് വെച്ചു. മുണ്ടൊക്കെ കൊടുത്ത് പതുക്കെ അങ്ങോട്ട് ഇറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളങ്ങനെ പതുക്കെ ഗോവയുടെ ഗ്രാമവഴികളിലൂടെ ഒരു 1-2 കിലോമീറ്റർ വെറുതെ നടക്കാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കണം. അപ്പോൾ കുട്ടികളും നടക്കാനുള്ള ഒരു ആവേശത്തിലാണ്. ബീച്ചിലൊക്കെ ചാടി മടുത്ത് വന്നെങ്കിലും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും നടക്കാനായിട്ട് ഇറങ്ങി. അപ്പം എല്ലാവരും വലിയ ആവേശത്തിലാണ്. ഗ്രാമങ്ങളൊക്കെ ഒന്ന് കാണാം, അപ്പം എങ്ങനെയുണ്ട് ഇവിടെ എന്നൊക്കെ അറിയാനായിട്ടുണ്ട്. നമ്മുടെ ഉദ്ദേശം അത് തന്നെയാണ്. ഗോവയുടെ ഗ്ലാമർ മാത്രമല്ല, ഗോവ ഗ്രാമങ്ങൾ എങ്ങനെയുണ്ട്, നാട് എങ്ങനെയാണെന്നൊക്കെയുള്ളത് അറിയാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ചുറ്റുവട്ടത്തോടൊക്കെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതലും ഭക്തരായിട്ടുള്ള ആളുകളാണെന്ന് തോന്നുന്നു. കൂടുതലും എല്ലാ ലൊക്കേഷനും ചെറിയ ചെറിയ വീടിനോട് ചേർന്ന് എല്ലാം മെഴുകുതിരി കത്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന കുരിശും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനങ്ങനെ ഗ്രാമത്തിലേക്ക് നടക്കാനിറങ്ങി. സാധാരണ ഒരു നാട്ടുവഴി, ബൈക്കുകളാണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മുണ്ടെടുത്ത ആൾക്കാരെയൊന്നും കാണാനില്ല. കൂടുതലും ഈ ബർമുഡ പോലെ നിക്കറൊക്കെ ഇട്ടുള്ള ആളുകളാണ്. അത് മാത്രമാണ് കേരളത്തിൽ നിന്ന് തോന്നിയൊരു ആകെ വ്യത്യാസം. ബാക്കിയെല്ലാം കേരളം തന്നെയാണ്. മാവ്, തെങ്ങ്, കവുങ്ങ്, പ്ലാവ് എല്ലാം ആയിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ചു വന്ന് വൈകിട്ട് ബീച്ചിൽ ഞങ്ങൾക്കൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റുകാർ. അപ്പോൾ ഞങ്ങളത് കഴിക്കാനായിട്ട് വന്നു. ബീച്ചിൻ്റെ സൈഡിൽ തന്നെ കടൽ തീരത്ത് തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ടേബിളൊക്കെ. രാവിലെ വന്ന് കളിച്ച് അതേ കടൽ തീരത്ത് തന്നെ. അവിടെ നല്ലൊരു ക്യാമ്പ് ഫയറും ഒരു ഫയർ ഡാൻസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ലേഡി അവിടെ നിന്നിട്ട് നല്ലൊരു ഫയർ ഡാൻസ് ഒക്കെ നടത്തുന്നുണ്ട്. ഞങ്ങളിങ്ങനെ കടൽ തീരത്ത് രാവിലെ കളിച്ച് അതേ കടൽ തീരത്ത് തന്നെ ടേബിളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് ക്യാൻഡിൽ ലൈറ്റൊക്കെ വെച്ച് നിൽക്കുകയാണ്. ദൂരെ ഷിപ്പൊക്കെ പോകുന്നതിൻ്റെ വെട്ടമൊക്കെ കാണാം. കടൽ തിരമാലകൾ അടിക്കുന്നുണ്ട്. നല്ലൊരു ആംബിയൻസ്, വളരെ ഭംഗിയായി തോന്നി. അത്ര നല്ലൊരു ആംബിയൻസിലായിരുന്നു കാര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്തിരുന്നത്. ഫയർ ഡാൻസ് അവിടെ നടക്കുന്നുണ്ട്. നല്ല അത്യുഗ്രൻ ഫുഡും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞണ്ടും ഫിഷും ഒക്കെ എല്ലാം വെറൈറ്റികളെല്ലാം അവർ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും വെച്ച് നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഡിന്നർ അവർ അറേഞ്ച് ചെയ്തു. അത് നല്ലൊരു മറക്കാൻ പറ്റാത്തൊരു നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം ഞങ്ങളുടെ ഇന്നത്തെ ഒരു യാത്രകളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം വീണ്ടും കാണാം. ബൈ ബൈ.